മഹാഭാരത യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ജീവനുകൾ പൊലിയുന്നതിനിടയിൽ ഒരു രാത്രി ദ്രൗപദി വിഷാദത്തോടെ കരഞ്ഞുകൊണ്ട് പുത്രൻ അഭിമന്യുവിന്റെ ഭാര്യയായ ഉത്തരയുടെ കൂടാരത്തിലേക്ക് ചെന്നു. യുദ്ധത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട് ദുഃഖിതയായിരിക്കുന്ന മരുമകളെ സമാധാനിപ്പിക്കാനായിരുന്നില്ല ദ്രൗപദി വന്നത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം അവളോട് വെളിപ്പെടുത്താനായിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ദ്രൗപദി ഉത്തരയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, പുത്രി, ഇന്ന് നീ അനുഭവിച്ച ദുഃഖം നാളത്തെ ലോകത്തിന് ഒരു പാഠമാണ്. എന്റെ ഈ വാക്കുകൾ നീ ശ്രദ്ധയോടെ കേൾക്കുക. ഇതാണ് എന്റെ ജീവിതാനുഭവത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ സത്യം. ഭാവിയിൽ എത്ര ദുരിതമോ ഘോരമായ വിപത്തോ നിനക്ക് വന്നാലും നീ ഒരിക്കലും നിന്റെ ബന്ധുവിന്റെയോ പിതാമഹന്മാരുടെയോ സംരക്ഷണം തേടി പോകരുത്. അവരെ വിളിക്കാൻ നിന്നാൽ നിനക്ക് സമയം നഷ്ടമാകും. നീ നേരെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ശ്രീകൃഷ്ണന്റെ മാത്രം ശരണത്തിൽ ചെല്ലുക. കൂടാതെ ദുശാസനൻ നിറഞ്ഞ സഭയിൽ എന്റെ വസ്ത്രം വലിച്ചിഴയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ രക്ഷയ്ക്കായി എന്റെ ഭർത്താക്കന്മാരെയും ഭീഷ്മ പിതാമഹനെയും ഗുരു ദ്രോണരെയും രാജ ധൃതരാഷ്ട്രയെയും വിളിക്കാതെ ആദ്യം തന്നെ ശ്രീകൃഷ്ണനെ വിളിച്ചിരുന്നുവെങ്കിൽ ദുശാസനൻ എന്റെ വസ്ത്രത്തിൽ തൊടുക പോലുമില്ലായിരുന്നു. അവൻ എന്റെ മുറിക്കുള്ളിൽ പോലും പ്രവേശിക്കില്ലായിരുന്നു. ദ്രൗപദി പറഞ്ഞു നിർത്തി. മഹാഭാരത യുദ്ധം അവസാനിക്കാറായപ്പോൾ പ്രതികാരദാഹിയായ അശ്വത്ഥാമാവ് അർജുനന് നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. എന്നാൽ അസ്ത്രം പിൻവലിക്കാൻ അറിയാതെ ആ അസ്ത്രം അദ്ദേഹം ഉത്തരയുടെ ഗർഭത്തിലേക്ക് തിരിച്ചുവിട്ടു. ഗർഭസ്ഥ ശിശുവിന് നേരെ ആ അസ്ത്രം പാഞ്ഞു വരുന്ന ആ ഘോരമായ നിമിഷത്തിൽ ഉത്തര ദ്രൗപദി കൊടുത്ത ഉപദേശം കൃത്യമായി ഓർത്തു. അവൾ തന്റെ കൂടെയുള്ളവരെയോ പിതാമഹന്മാരെയോ ആരെയും വിളിക്കാതെ പകരം ഹൃദയം നൊന്ത് മനസ്സിൽ ഉറക്കെ വിളിച്ചു, കൃഷ്ണ, രക്ഷിക്കണേ, എന്റെ കുഞ്ഞിന് സംരക്ഷണം നൽകണമേ. ഒട്ടും വൈകാതെ ലോകരക്ഷകനായ ശ്രീകൃഷ്ണൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ആ ഭയങ്കരമായ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ഉത്തരയുടെ ഉദരത്തിലുള്ള കുഞ്ഞിന്റെ ജീവൻ കാക്കുകയും ചെയ്തു. ഒരു നിമിഷം പോലും പാഴാക്കാതെ ബന്ധുക്കളെയോ അധികാരമുള്ളവരെയോ ആശ്രയിക്കാതെ ഈശ്വരന്റെ ശരണത്തിൽ മാത്രം പോയാൽ ഉടൻ രക്ഷ ലഭിക്കും എന്ന ദ്രൗപദിയുടെ ആ വലിയ സത്യം അങ്ങനെ യാഥാർത്ഥ്യമായി. ജീവിതത്തിൽ ഏതൊരു ദുരന്തമുഖം വന്നാലും അത് ദുശാസനന്റെ ക്രൂരതയാകട്ടെ അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്രത്തിന്റെ തീവ്രതയാകട്ടെ, നിങ്ങൾ ആശ്രയിക്കുന്ന എല്ലാ മനുഷ്യ സഹായങ്ങൾക്കും ഒരു പരിധിയുണ്ട്. അവരുടെ ശക്തിക്കും സ്നേഹത്തിനും ഒരു അതിരുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ ശ്രീകൃഷ്ണനെ നിങ്ങൾ മനസ്സുരുകി വിളിക്കുന്ന ആ നിമിഷം അവിടെ നിന്നുള്ള രക്ഷാ കവചം ഉടൻ നിങ്ങളിൽ പതിക്കും. കാരണം മനുഷ്യന്റെ സഹായത്തിന് പരിധിയുണ്ട്, പക്ഷേ ഭഗവാന്റെ കാരുണ്യത്തിന് അതിരുകളില്ല. അതുകൊണ്ട് ഒരു നിമിഷം പോലും വൈകാതെ പൂർണ്ണ സമർപ്പണത്തോടെ ഭഗവാനിൽ ശരണം തേടുക. നിങ്ങൾക്ക് ലഭിക്കുന്നത് അമാനുഷികമായ സംരക്ഷണമായിരിക്കും. അതായിരിക്കട്ടെ നിങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യവും ശക്തിയും. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.